ഒരു 3 സെന്റിൽ പണിതിട്ടുള്ള ഒരു വീടിന്റെ ബെഡ്റൂം ആണെന്ന് പറയും. നമുക്കൊരു എക്സ്പെരിമെന്റ് എന്നുള്ള ലെവലിൽ നമ്മളിത് ചെയ്തപ്പോൾ അവർക്കൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഈ റൂമിൽ എങ്ങനെയാണ് ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തെന്നുള്ള സംശയമുണ്ടോ? വളരെ ചെറുതായിരിക്കുമോ? നോർമൽ ഒരു സൺഷെയ്ഡ് ആ വിൻഡോന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോകും. അതുകൊണ്ട് നമ്മൾ മെറ്റലിന്റെ ജിയുടെ ഷീറ്റ് വളച്ചിട്ടാണ് ആ സൺഷെയ്ഡ് ഉണ്ടാക്കിയത്. എന്തെങ്കിലും ഒരു വീട് പണിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് പണിയാണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. സച്ചിൻ, പിഞ്ചു. നമ്മൾ എറണാകുളത്താണ്. എറണാകുളം കടവന്ത്ര ടൗണിന് നടുക്ക്. അവിടെ 3 സെന്റിലുണ്ടല്ലോ, എല്ലാവരും ഞെട്ടുന്ന രീതിയിൽ ഒരു അടിപൊളി വീട്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള തീമിൽ, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് 1750 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിതിരിക്കുകയാണ്. അബ്രഹാംസ് ഗാർഡൻ എന്നാണ് ഈ വീടിൻ്റെ പേര്. കൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോ ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സ്ഥലം ലാഭിക്കാനുള്ള സ്ഥലപരിമിതികളെ അതിജീവിച്ചിട്ടുള്ള ഒരു സൂപ്പർ വീട്. അതെ, സിംപ്ലിസിറ്റിയാണ് ഈ വീടിൻ്റെ മെയിൻ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരാ, ഒരു സൂപ്പർ വീടാണ്. മൊത്തം കണ്ടോളൂ കേട്ടോ, ഒരുപാട് സംഭവങ്ങൾ കിട്ടും ഈ വീട്ടിൽ നിന്ന്. ഓക്കെ, കമോൺ എവരിബഡി, ബാ. ഇതാണ് കൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോയുടെ തലവൻ ഷിൻഡോ ബ്രോ. നമസ്കാരം. താങ്ക് യു. നമ്മൾ 2ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അല്ലേ? ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സ്ഥലപരിമിതി അതിജീവിച്ച് പണിതിട്ടുള്ള ഞെട്ടിച്ചൊരു വീടിൻ്റെ മുമ്പിലാണ്. നിങ്ങളെ കൊച്ചി വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 3 സെന്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 1750 സ്ക്വയർ ഫീറ്റ്. അതെന്ന് പറയുമ്പോൾ വളരെ പ്ലാനിങ് വേണ്ട ഒരു കാര്യമാണ് ഈ ചെറിയ സ്ഥലത്ത് വീട് പണിയെന്ന് പറയുമ്പോൾ. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കോമ്പൗണ്ടിൽ ഒരു കാറ് പാർക്ക് ചെയ്യണം അല്ലേ? ഈ ഗേറ്റ് ഒരു തടസ്സമാകാൻ പാടില്ല. അതിനൊക്കെ നിങ്ങൾ എങ്ങനെ അതിജീവിച്ചു? എങ്ങനെയാണ് ഈ വീട്ടിലോട്ട് എത്തിയത്? എന്തൊക്കെയാണ് ചലഞ്ചസ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ കോമഡി. താർ റോക്സ് ഉണ്ട്. അത് ശരി. ഇതൊക്കെ എങ്ങനെ പാർക്ക് ചെയ്യും? അത് ഈ ഗേറ്റ് അത് കാരണം ഇവിടെ കോമ്പൗണ്ട് വാൾ നമ്മൾ കൊടുക്കാതെ ഫുൾ ഗേറ്റ് നമ്മൾ ആ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ മെയിൻ റീസൺ അതാ. ഒരു ട്രാക്ക് കൊടുത്തിട്ട് അങ്ങനെ സ്ഥലത്ത് പൊക്കോളും. അപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ വണ്ടി ഇവിടെ കയറ്റിയിടാം, വലിയ വണ്ടി ഇവിടെ കയറ്റിയിടാം, 2 വണ്ടി കയറി 3 സെന്റില്. ഇത് ഒരു ഐറ്റനൊക്കെ ഇവിടെ കയറ്റിയിടാം, മറ്റേ വണ്ടി ഇവിടെ കയറ്റിയിടാം. 1 സെന്റ് അങ്ങനെ പോയി. വീട് 2 സെന്റ് ഉണ്ടാവുള്ളൂ. അതെ, 3 സെന്റ് താഴെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സെറ്റ് ബാക്കിലുള്ള എക്സെപ്ഷൻസ് ഒന്നും കിട്ടില്ല. അപ്പോൾ നോർമൽ സെറ്റ് ബാക്സ് തന്നെ കൊടുക്കണം. അപ്പോൾ ആ സെറ്റ് ബാക്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എലവേഷൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഇപ്പോൾ നമുക്ക് അവിടെ മെയിൻ റോഡാണ്, അത് കടവന്ത്രയിൽ നിന്ന് കൊച്ചി കടവന്ത്രയ്ക്ക് പോകുന്ന മെയിൻ റോഡാണ്. അവിടെ നിന്ന് ഇതിന് വിസിബിലിറ്റി ഉണ്ട്. എന്നിട്ട് അപ്പുറത്തൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കോർണറാണ് ശരിക്കും ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. സ്ട്രേറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ മാത്രമേ സ്ട്രേറ്റ് വ്യൂ ആണ്. ആ കോർണർ വ്യൂവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അടിപൊളി ബാൽക്കണി ഒക്കെ ആയിട്ട്. അതെ, അപ്പോൾ ആ ഏരിയയിലേക്കാണ് നമ്മൾ ആ ബാൽക്കണി കൊടുത്തത്. കാൻഡിലിവർ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഇവിടെ ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പില്ലർ കൊടുത്താൽ തടസ്സമാവുമല്ലോ. അതുകൊണ്ടാണ് അതൊരു കാൻഡിലിവർ ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ കാൻഡിലിവർ ബാൽക്കണി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ താഴത്തെ സ്പേസ് യൂസ് ചെയ്യുകയും ചെയ്യും. മുകളിൽ ഇത് കാൻഡിലിവർ ആയിട്ട് നിൽക്കുമ്പോൾ അത് എലിവേഷനും കുറച്ച് ഭംഗി കൊണ്ടുവരുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ റൂഫിൽ മറ്റേ ഓട ഇട്ടേക്കുന്നത്. കണ്ടംപററി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓടിൻ്റെ ഒരു പ്രസൻസ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? കുറേ ആർച്ച് ഡിസൈൻസ് ഒക്കെ പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട്. ഒരു കർവ് ചെയ്തിട്ടുള്ള കോർണേഴ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ എടുത്ത് പറയേണ്ടത് ഒരു ചലഞ്ചിങ് കളറായിരുന്നു തോന്നുന്നു. ഒരു ഓറഞ്ച് പ്ലസ് ഗ്രീൻ. അതെ, ക്ലൈൻറ്റ് അത്ര നമ്മളൊക്കെ ഒരു കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് എന്നുള്ള ലെവലിൽ നമ്മളിത് ചെയ്തപ്പോൾ അവർക്കൊരു ടെൻഷനായിരുന്നു. ഗ്രീൻ കളറൊക്കെ ഈ ഗ്രീനും ഓറഞ്ചും എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു സ്പേസ് തന്നെ വരുമ്പോൾ അത് ഇടിവെട്ടാവുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടിവെട്ടാവാതിരിക്കാൻ വേണ്ടി അത് ടെക്സ്ചർ ചെയ്തിട്ട് അതിനെ കുറച്ചൊന്ന് ഓഫാക്കിയൊക്കെ കളർന്നു. അതിങ്ങനെ എടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ ചെയ്തിട്ട് അത് ചെയ്തേക്കും. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, അതൊരു പാറ്റേൺ. അതിന് ഫ്രണ്ടിൽ നമ്മളൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർച്ചും കേർവ്സും വീടിൻ്റെ അകത്തും പല സ്ഥലത്തും നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നോർമൽ ഒരു വിൻഡോ കൊടുക്കാതെ തന്നെ നമ്മളൊരു സർക്കിൾ വിൻഡോ ആയിട്ട് നമ്മളവിടെ കൊടുത്തതിൻ്റെ റീസൺ അതാ. കൊള്ളാട്ടോ. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റോൺ സിമെന്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇത് ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ചെയ്തേക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടെക്സ്ചർ മാത്രമേ ഉള്ളൂ, പെയിന്റ് ഇല്ല. ഫുൾ ടെക്സ്ചർ ഫിനിഷ് അവിടെ. ഈ വിൻഡോ ഇവിടെ നമുക്കത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിൻഡോ ആണ്. ഇത് സൗത്ത് സൈഡാണ്. അപ്പോൾ അവിടെ ഒരു വിൻഡോ ലൈറ്റിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ വിൻഡോ വേണമെന്നുള്ളതുകൊണ്ടും, പക്ഷേ നോർമൽ ഒരു സൺഷെയ്ഡ് ആ വിൻഡോന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. അതുകൊണ്ട് നമ്മൾ മെറ്റലിൻ്റെ ജിയുടെ ഷീറ്റ് വളച്ചിട്ടാണ് ആ സൺഷെയ്ഡ് ഉണ്ടാക്കിയത്. ഒറ്റ സിംഗിൾ വിൻഡോ ആണ്. അതെ, സിംഗിൾ വിൻഡോ ആണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ സിംഗിൾ വിൻഡോയില് സൺഷെയ്ഡ് വന്നതിന്റെ സകല ഭംഗി പോകും. അതെ, സാധാരണ ഒരു പക്ഷെ സൺഷെയ്ഡ് ആണ് തോന്നിക്കാത്തൊരു സൺഷെയ്ഡ് വേണം തന്നെ. അങ്ങനെയാണ് നമ്മൾ ആ തിന്നായിട്ടുള്ള ജിയുടെ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ട് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡിസൈൻ എലമെന്റ് ആയിട്ട് വരികയും ചെയ്തു.
ഇതിന്റെ ഗ്രീനിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മളൊരു യെല്ലോ അതിന് കൊടുത്തത്. ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ഇതാണ് ബാക്കി എത്തി കളേഴ്സ് ആണ് മൊത്തം ഒരു കളർ പാലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കും മുമ്പ് ഈ വീട് ആരുടെയെന്ന് പറയേണ്ടത് സുബിൻ രേഷ്മ ദമ്പതികളുടെ വീടാണ്. നിർഭാഗ്യവശാൽ അവർ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ ഡിസൈനർ മാത്രമാണുള്ളത്. വീട് കയറി കാണാല്ലേ? യെസ്. കമോണിൻ്റെ വീട് ഇവിടെ വാ. ആ കളറ് താഴേക്ക് ഇറങ്ങുന്ന ഈ ഗ്രീൻ മാത്രമാണ്. യെസ്. ഗ്രീനും പിന്നെ എന്താ നമ്മുടെ സീലിംഗിൽ നമ്മൾ ആ ടെക്സ്ചർ തന്നെ കണ്ടിന്യൂ ചെയ്ത്. ബോർഡർ ഉണ്ടോ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പില്ലർ കൊള്ളാം, നല്ല ഡിസൈനാണ്, വെറൈറ്റി ആയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രീൻ അല്ലാതെ അതെ അതെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു, അപ്പോൾ അതിനൊരു ക്യാരക്ടർ കിട്ടുകയും ചെയ്യും ഫിനിഷ് ആകുമ്പോൾ. സിറ്റ് ഔട്ട് സ്പേസ് വരുന്നത്, ആ റൗണ്ട് വിൻഡോ വരുന്നു. പിന്നെ ഉള്ളിലേക്ക് നമുക്കൊരു ഫോമൽ ലിവിങ് സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ഫോയർ സ്പേസിലേക്കാണ് നമ്മുടെ എൻട്രി വരുന്നത്. അപ്പോൾ ഈ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആർച്ചിന്റെ എലമെന്റ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ആർച്ച് വീടിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊരു സൂചന തരുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആഷ്വുഡ് ആണ് ചെയ്തിരിക്കുന്നത്. ആഷ്വുഡിന്റെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ എപ്പോഴും ഇതിനകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലൗഡ് ആയിട്ടൊരു എലമെന്റ് ഇവിടെ വരാതെ എന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ വീടിന്റെ അകത്തേക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളൊരു ഫീല് കൊടുക്കുന്ന രീതി. അതെ അതെ. ഓക്കെ. ഇവിടെ ഫ്ലോറിംഗ് തന്നെ വന്നിരിക്കുന്നത് ഒരു ബ്രൈറ്റ് തീമിൽ നിന്ന് ഗ്രീനിലോട്ട് തന്നെയാണ് വരുന്നത്. അതൊരു വൈറ്റ് ചെറിയൊരു മൊറോക്കൻ പാറ്റേൺ ഉള്ള ടൈൽ ഇട്ടിട്ട് നമ്മളൊരു ഗ്രീൻ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഗ്രീൻ ടൈൽ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ക്ലൈന്റ് എന്നോട് ചോദിച്ചു പച്ചക്കളർ ടൈലാണ്. ഇതൊരു പച്ചയായിട്ടല്ല തോന്നുന്നു, കുറച്ചുകൂടി ഒരു, അത് നേരത്തെ പറഞ്ഞ ടെക്സ്ചർ ഫിനിഷിന്റെ ഒരു ഗുണം. അതെ അതെ. നമ്മൾ വളരെ ഒരു പേസ്റ്റൽ കളറാണ് ഇത്. ഗ്രീൻ ആണെന്നുണ്ടെങ്കിലും പേസ്റ്റൽ കളർ. ഇതിന് നമ്മൾ ബോർഡർ യെല്ലോ വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ നമ്മൾ യെല്ലോ വെച്ചിട്ട് ബോർഡർ കൊടുത്തു. യെല്ലോ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ആ ഫ്ലോറിൽ ആ വൈറ്റ് ടൈൽ അവിടുത്തെ കണ്ടിന്യൂഷൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ബോർഡറായിട്ട് ചെറുതായിട്ട് ആ യെല്ലോ യൂസ് ചെയ്തിട്ടുണ്ട്. യെസ്. കാരണം ഇവിടെ വോളിൽ വേറെ കളേഴ്സ് ഒന്നുമില്ല. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും, ഡൈനിങ് സ്പേസിലേക്ക് എത്താൻ പറ്റും, ലിവിങ് സ്പേസിൽ എത്താൻ പറ്റും. ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡബിൾ ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതെ, നമ്മൾ ഈ ഡബിൾ ഹൈറ്റ് ആണ് ഈ ഒരു ഏരിയ തന്നെ കുറച്ചുകൂടി ആ വലുപ്പം ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു എലമെന്റ്. അതെ, നമ്മൾ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ഇത്രയും ഓപ്പൺ ഏരിയ കാണും. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ സ്റ്റെയറിന്റെ ഡബിൾ ഹൈറ്റ് കാണും. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു വോളായിട്ട് പിന്നെ ഇടുങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ ഇടുക്കം ഫീൽ നമുക്ക് തോന്നും. അതെ അതെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡബിൾ ഹൈറ്റ് കൊടുത്തു. ഈ ഡബിൾ ഹൈറ്റ് തന്നെ ഒരു ഇവിടുത്തെ ഒരു ഫീച്ചർ ആക്കാന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ വോളിൽ ഒരു വോൾ ആർട്ടൊക്കെ കൊടുത്തിട്ട് അത് പിന്നെ എടുത്തു നിന്ന് കഴിഞ്ഞാൽ ഈ ഏരിയക്ക് ലൗഡായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ആ സെയിം കളർ പെയിന്റ് തന്നെ അതിൽ അപ്ലൈ ചെയ്ത്. ഓക്കെ. ഇപ്പം ഈ സിറ്റിംഗ് സ്പേസ് രസമായിട്ടുണ്ട്. ആ ഓറഞ്ച് തീമിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു റൗണ്ട് ടേബിള്, ഇതാണ് ഈ ഒരു വൈറ്റ് ആൻഡ് ആഷ് വുഡിന്റെ തീമാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഡോർ ആയാലും ഇപ്പോൾ ഈ സ്റ്റെയർ ആണെങ്കിലും ഹാൻഡ് റെയിൽ ആണെങ്കിലും ആ ബ്രൈറ്റ് ആഷ് വുഡ് തന്നെ വന്നിരിക്കുന്നത്. സ്പേഷ്യസ്നെസ് തോന്നാനുള്ള മെയിൻ ഒരു എലമെന്റ് ഈ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് സ്പേഷ്യസ്നെസ് തോന്നാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്തതിന് കുറച്ച് ട്രിക്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഉള്ളൂ, ഈ കിച്ചൺ, പിന്നെ ഒരു വർക്ക് ഏരിയയും കൂടിയാണ് അവിടെ ഉള്ളത്. മുകളിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 റൂമുള്ളത്. പക്ഷേ ഒരു അപ്പർ ലിവിങ്ങും ഫസ്റ്റ് ഫ്ലോറിലെ ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമിന് വേണ്ടി എടുത്തിരിക്കാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ളൊരു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെറസ് സ്പേസ് കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിന് പകരം അപ്പം അന്നേരം മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കിട്ടുള്ളൂ. നമ്മൾ അതിന് പകരം ഈ സ്റ്റെയർ കണ്ടിന്യൂ ചെയ്ത് നേരം മുകളിലേക്ക് ടെറസിലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്കൊരു ടെറസ് സ്പേസ് മുകളിൽ ഫുൾ ടെറസ് സ്പേസ് കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു ടെറസ് സ്പേസിന് വേണ്ടി നമ്മൾ സ്ഥലം കളയാതെ ആ 2 റൂമും സ്പേഷ്യസ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. സ്ഥലം ഒരു കടുകട പോലും അധികം എടുക്കാനോ അതിനുള്ള ഫ്രീഡം ഇല്ലല്ലോ. അതാണ് ഈ പ്ലോട്ടിന്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത്. അത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നല്ലൊരു പ്രൈവസി കിട്ടുന്നുണ്ട്. അതെ അതെ. അവിടെ നോക്കുമ്പോൾ ഡയറക്റ്റ് ഒരു വ്യൂ ഇല്ല. അവിടെ നിന്ന് വ്യൂ ഇല്ല, ഡൈനിങ്ങിൽ നിന്ന് മാത്രമാണ് ഡയറക്റ്റ് വ്യൂ ഉള്ളൂ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഒറ്റ ഒരു 180 അല്ലെങ്കിൽ 360 ഡിഗ്രിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും. അതെ, കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ. അതിന് സൗകര്യങ്ങളും ഉണ്ട്, മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എനിക്ക് നിന്ന് നിപ്പിൽ എല്ലായിടത്തോട്ടും എത്തുന്നുണ്ട്. അതെ, ഇത്രേ ഉള്ളൂ. പണിയൊക്കെ പെട്ടെന്ന് കഴിയും തോന്നുന്നു. നല്ല ഒരു വർക്ക് ഏരിയ അപ്പുറത്തുണ്ട്, ഡിഷ് വാഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വർക്ക് ഏരിയ അപ്പുറത്തുണ്ട്. സുന്ദരമായിട്ടുള്ള ഒരു കിച്ചൺ കേട്ടോ. ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളി. സ്റ്റോറേജ് സ്പേസുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിനൊന്നും അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്ലെയിൻ വോൾ കാണാതിരിക്കാൻ വേണ്ടി വോളിൽ നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തത്. ഇത് നമ്മുടെ മറ്റേ ചൂളക്കഴ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ എടുത്ത് ചെയ്തിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടേക്കും.
ഒരു ചെറിയ ഗ്രീനറിയുടെ പ്രസൻസ് ഫീൽ ചെയ്യാം. മുകളിൽ നമ്മൾ കട്ടൻ ക്രീപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കട്ടൻ ക്രീപ്പർ ഫില്ല് ചെയ്ത് വരുമ്പോൾ ആ സൈഡിലേക്കുള്ള ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂവും അതെല്ലാം കവറാവുകയും ചെയ്യും, പ്രൈവസി കിട്ടുകയും ചെയ്യും, നമുക്ക് ഓപ്പൺ ഫീൽ കിട്ടുകയും ചെയ്യും. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വീടിന് ചുറ്റും നടക്കാനുള്ളൊരു ഫുൾ ത്രൂ ഔട്ട് നടക്കാനുള്ള സ്പേസ് അത് വിട്ടിട്ടുണ്ട്. പാത്വേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് തന്നെയാണ്. TV അതെ, ആ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ടിവിയുടെ സ്പേസ് കൊടുത്തതാണ്. അതും വലിയ TV യൂണിറ്റ് ആയിട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ലെഡ്ജ് മാത്രം കൊടുത്താണ്. പിന്നെ ആളുടെ ബ്രദർ ക്രിക്കറ്ററാണ്, അപ്പോൾ അത് കാരണം ആളുടെ ട്രോഫീസ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു ലെഡ്ജും കൊടുത്തു. ആളിവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആളിവിടെ ഉണ്ട്, ആളാണ് ഇപ്പോൾ ഇവിടെ താമസം. സ്റ്റെയർ കേസ് നമ്മളിപ്പോൾ വാഷ് കൗണ്ടർ ഇതിൽ നിന്ന് 2 സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തത്. ഇത് വലിയ ബോക്സോ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ലുക്കിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അത് കൊറിയൻ ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. സിമ്പിൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളത്. ഇത് കണ്ടോ, മിറർ ആണെങ്കിലും ആർച്ചിന്റെ പ്രസൻസ് നമ്മൾ ഇവിടേക്കും മാഷ് വുഡ് വന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴ്ന്നു വന്നിരിക്കുന്ന ഈ സ്പേസ്? ഈ സ്പേസിൽ അത് വാഷ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിലാവുമ്പോൾ നമുക്ക് ഹെഡ് റൂം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അപ്പോൾ ഈ ഒരു ചെറിയ ഇടുങ്ങിയ സ്പേസിൽ വാഷ് ചെയ്യുന്നത് വേണമെങ്കിൽ ഈ വാഷ് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം, ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ സ്പേസ് യൂട്ടിലൈസേഷൻ പോകും. ഇതാകുമ്പോൾ നമുക്കൊരു സ്പേഷ്യസ്നെസ്, മറ്റേ ഏരിയയ്ക്ക് ഒരു സ്പേഷ്യസ്നെസ് കിട്ടുന്നതിന്റെ എലമെന്റ് ഇതും കൂടി കൂടിയിട്ടാണ്. അതാണ് ഐഡിയ. അതെ, ഇതിപ്പോൾ ഈ സ്റ്റെയർ കേസും നമ്മൾ ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ ആയിട്ട് ചെയ്തത് കുറച്ചും കൂടി ഒരു നേക്കഡ് പാറ്റേണിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റേ നമ്മൾ സോളിഡ് സ്റ്റെയർ കേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം അടഞ്ഞു പോയിട്ടുള്ള ഫീൽ ആവും. ഇതൊക്കെ ഈ സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യിക്കാനുള്ള പൊടിക്കൈകളാണ്. കൊച്ചു നമ്പർ. അതെ അതെ അതെ. അതിൻ്റെ ഒപ്പം ഈ കളർ കോമ്പിനേഷൻ കൂടി ആകുമ്പോൾ നമുക്കത് ഹെവിനെസ് ഫീൽ ചെയ്യും. ഹെവിനെസ് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ നമുക്ക് ആ സ്പേസ് വീണ്ടും ചെറുതായിട്ടുള്ള ഫീൽ തോന്നും. ഗ്രൗണ്ട് ഫ്ലോർ ഒറ്റ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, എനിക്ക് വളരെ കളർ ടോണൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മദേഴ്സ് റൂമാണ്. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ബെഡ്റൂം. എന്നാൽ കോമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ പലരും ചോദിക്കുന്നില്ല ബെഡ്റൂമിന് വലിപ്പമുണ്ടോ. ബെഡ്റൂമിന് വലിപ്പത്തിലല്ല കാര്യം, നമ്മുടെ ഓരോ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലാണ് കാര്യം. ഇപ്പോൾ ബെഡ് കറക്റ്റായിട്ടുണ്ട്, 2 സൈഡ് ടേബിൾസ് ഉണ്ട്, ലോങ് മിറർ ഉണ്ട്, നമുക്ക് 2 ഷട്ടർ വാർഡ്രോബ് ഉണ്ട്, വാഷ്റൂം ഉണ്ട്, എന്ന പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ട്. ഇതാണ് മിനിമലിസം. അതെ, ഇതാണ് ഇത്രേ ഉള്ളൂ പരിപാടി. ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ എസ്തെറ്റിക്സിന് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ കളർ കോമ്പിനേഷൻ, ഈവൻ വുഡൻ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തത്. ആ ഡോറ് തന്നെ അല്ലേ ഫ്ലോറിലേക്ക് ഇറങ്ങി വന്നോളെ അതേ കളറൊക്കെ നമ്മൾ ആ ഡാർക്ക് വുഡിൻ്റെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആംബിയൻസ് പോകും. ഈ ആ ഒരു കണ്ടിന്യൂറ്റി പോകും, ഡിസൈനിൻ്റെ കണ്ടിന്യൂറ്റി പോകും. ഇവിടെ എല്ലായിടത്തും നമ്മൾ ആ ഒരു കളർ ഇത് മാത്രം ഭയങ്കരമായിട്ട് സറ്റിലായിട്ടുള്ള കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കോഫി ബ്രൗൺ ആയിട്ടുള്ള ഒരു, അതെ, അതൊരു ഹൈലൈറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. അത് മാത്രമാണ് അതിനകത്ത് കളർ എലമെൻ്റ് ആയിട്ട് ഡാർക്ക് വന്നത്. അതെ, നമ്മളെപ്പോഴും അങ്ങനത്തെ ഫർണിച്ചറിലും ഫർണിഷിങ്ങിലുമാണ് കളേഴ്സ് ആഡ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഈ റൂമിൽ എങ്ങനെയാണ് ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്ത് എന്നുള്ള സംശയം ഉണ്ടോ? വളരെ ചെറുതായിരിക്കുമോ, സൗകര്യം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. പോകുമ്പം നമ്മുടെ ഈ ആഷ് വുഡ് ആയിട്ടുള്ള ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ ലാൻഡിങ് സ്പേസ് ഉണ്ട്. അവിടെ ഒരു ആർച്ച് ഷേപ്പിലൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലാസും ഒരു ഡിസൈൻ. ഇത് നമ്മൾ ആദ്യം ചെയ്തായിരുന്നപ്പോൾ ഒരു നോർമൽ വിൻഡോ ആയിട്ടാണ് ചെയ്തായിരുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം സൈറ്റ് വിസിറ്റിന് വന്ന സമയത്ത് ആ വിൻഡോ കൂടെ കാണുന്ന സീൻസ് നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീനുള്ളതായിരുന്നു. കാരണം അപ്പുറത്ത് വീണ്ടും ടെറസും അവിടെ നിന്ന് അഴകെട്ടിക്കുന്നതും അങ്ങനത്തെ സീനുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ എല്ലായിടത്തും ഇരിക്കുന്ന ആളുകൾ നേരെ കാണുന്നത് മൊത്തം അതാണ്. പക്ഷേ അതൊരു ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ടും നമുക്ക് സൂത്തിങ് ലൈറ്റ് വരുന്ന ഒരു സോഴ്സ് ആയതുകൊണ്ടും നമുക്കതിനെ ക്ലോസ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഒരു വിൻഡോ, നോർമൽ ഗ്ലാസ് ആയിട്ടുള്ള വിൻഡോ വെക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കർട്ടൻ ഇടേണ്ടി വരും. അപ്പോൾ പിന്നെ വീണ്ടും ഒരു കൺജഷൻ ഫീൽ ചെയ്യും, ആ ലൈറ്റും കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ആസിഡ് ടച്ചിങ് ഗ്ലാസ് കൊടുത്തിട്ട് ഈ നോർമൽ വിൻഡോ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ ഒരു ആർച്ച്, ഇപ്പോൾ താഴ്ത്തുനിന്നാണ് ആ വിൻഡോ കണ്ടിന്യൂ ചെയ്യുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ലാൻഡിങ്ങിലാണ് കട്ടാവുന്നത്. ഓക്കെ, ആ ആർച്ച് അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയ ഇടമാണ്. അതെ, ഇത് ഞാൻ നേരത്തെ താഴെ വെച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് 2 ബെഡ്റൂമിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സാധാരണ ഈ വീടുകളിൽ സാധാരണ കയറിയിട്ട് താഴ്ത്തുന്ന മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ വീണ്ടും ചെറിയ ബെഡ്റൂംസ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ മുതൽ അങ്ങോട്ട് ഫുൾ നമ്മൾ ഈ പകുതി ഫ്ലോർ മൊത്തം കാണുന്നത് ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമാണ് അങ്ങോട്ട് വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്തുള്ളൊരു കോട്ടിയാട് പോലെ നമുക്ക് അതിനെ കാണാം. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുള്ള അവിടെ ഒരു വോളിന് പകരം സാധാരണ ടിപ്പിക്കൽ ഡോറ് കൊടുക്കാതെ നമ്മളിവിടെ സ്ലൈഡിങ് ഗ്ലാസ് ഡോറാണ് കൊടുത്തേക്കുന്നത്.
ഡോറിന് പിന്നെയും സ്ഥലം അപഹരിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ഫുൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഒക്കെ പണിയാറുള്ള നമ്മുടെ സാധാരണ ഒരു വീടുകളിലെ ബെഡ്റൂമിലും കൂടുതൽ സ്പേഷ്യസ് ആണ്. സ്പേഷ്യസ് ആണ്, അത്രയും 3 സെന്റിലുള്ളതിനകത്ത്. ഇതിപ്പോൾ ഓപ്പൺ സ്പേസ്, ഇങ്ങനെ സ്പേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. അവിടെ ബോർഡ് കൊടുക്കാതെ ആ ഗ്ലാസ് കൊടുത്തപ്പോൾ നമുക്ക് ആ ലൈറ്റും ആ സ്കൈ ലൈറ്റും നമ്മുടെ ആ ചെടിയും ഇതൊക്കെ ഇവിടുന്ന് എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഇത് പെട്ടെന്ന് ഈ ഗ്ലാസ് ഞാൻ കണ്ണ് ശ്രദ്ധിച്ചില്ല, നേരത്തെ വന്നപ്പോൾ താഴോട്ട് വീഴാൻ പോയൊരു ഫീൽ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കണക്ഷൻ കിട്ടും. ഈ ഒരു ഏരിയ, ഈ എൻ്റയർ ഏരിയ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് ആയിട്ട്, ബെഡ്റൂമിന് ഫോയറും ഉണ്ട്, ഒരു ചെറിയ ഡേ ബെഡും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കാനുള്ള ഒരു സ്പേസ്, ഒരു പക്ക സ്യൂട്ട് റൂമിന്റെ അതെ സ്യൂട്ട് റൂം ഫെസിലിറ്റി ആണ് 3 ബെഡ്റൂമിനകത്ത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. കൊള്ളാട്ടോ. അത് ക്ലൈൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം തന്നതിൻ്റെ ഒരു ഗുണം കൊണ്ടൊക്കെയാണ്. കാരണം നോർമലി അവരെന്നോട് ചോദിച്ചു ഇവിടെ ഡോർ വെച്ചാൽ പോരെന്ന് ചോദിച്ചു, ഇവിടെ ഭിത്തി വെച്ച് അടയ്ക്കണതല്ലേ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 2 സ്ഥലത്ത് നമ്മൾ കാർട്ടൺ കൊടുത്തിട്ടുണ്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ട്. കാർട്ടൺ അടിച്ചാൽ നമുക്ക് നോർമൽ ബാക്കിയുള്ള വിൻഡോസ് പോലെ പ്രൈവസിയുമായി. എന്നാൽ ഈ എൻ്റെ ഏരിയ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം അവർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്ന് പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ ചെറിയൊരു റൂം പോലെ ഫീൽ ചെയ്തു. സാധാരണ രീതിയിലോട്ട് പോയാണ്, ഇതിപ്പം മൾട്ടിപ്പിൾ സൗകര്യങ്ങളായി. അതെ, ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് വരുന്നത്. നമ്മുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ആ കളർ തീമൊക്കെ ഇങ്ങനെ ഫ്ലോറിൽ നിന്ന് ഒഴുകി ബെഡിലേക്ക് കയറുന്ന പോലെ വീണ്ടും ആർച്ച് ഡിസൈൻ. ഇത് കെയിനാണല്ലേ? അതെ അതെ, കെയിനും ആ ടെക്സ്ചറും. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ വിൻഡോ, സിംഗിൾ വിൻഡോ, ആ കവർ ചെയ്തിരിക്കുന്ന വിൻഡോ അല്ലേ? ആർച്ച് വിൻഡോ. അതെ, ആർച്ച് വിൻഡോ, സിംഗിൾ വിൻഡോ ആണ്. അത് ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ആ ഫ്ലോറ് താഴത്തുള്ള വുഡൻ ഫ്ലോർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. വുഡൻ ഫ്ലോറിൻ്റെതായിട്ടുള്ള ഇടുക്കം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മറ്റേ കളറിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് പോലും വേറെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ആ ഈ ഒറ്റ ടെക്സ്ചർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആവശ്യമില്ല അല്ലേ? ഇത് മതി. ഒരു 3 സെന്റിൽ പണിതിട്ടുള്ള ഒരു വീടിന്റെ ബെഡ്റൂം ആണെന്ന് പറയും, അത്രയും വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ സൈഡിൽ വളരെ ഒതുങ്ങി വന്നിരിക്കുന്ന വലിയൊരു സ്റ്റോറേജ് യൂണിറ്റ് സ്പേസ്, വാർഡ്രോബ് സ്പേസ് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ റൂംസിൽ സംഭവിക്കാതെ വലിപ്പം കൂടുമ്പോഴും അപ്പുറത്തൊക്കെ ഓപ്പണിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പർപ്പസ്ഫുള്ളി ഇവിടെ വിൻഡോ ഒഴിവാക്കിയിട്ട് എന്നാൽ വിൻഡോൻ്റെ ലൈറ്റിൻ്റെ പ്രസൻസ് വേണമെന്നുള്ളതുകൊണ്ട് ചെറുതായിട്ട് കൊടുത്തു. ഇത് സൗത്ത് സൈഡ് ആയതുകൊണ്ട് ഹാർഷ് ലൈറ്റ് ഭയങ്കരമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ വലിയ ഓപ്പണിംഗ് കൊടുക്കാതെ ചെറിയൊരു ഓപ്പണിംഗ് മാത്രം കൊടുത്തു. ഇത് ഈസ്റ്റ് സൈഡാണ്, പക്ഷേ അവിടെ നമുക്ക് അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ ഓപ്പണിങ്സ് അവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ലൈറ്റിനൊരു കുറവില്ല. പിന്നെ ബാൽക്കണിയുടെ വലിയ ഓപ്പണിംഗ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഈ വാർഡ്രോബ് സ്പേസ്, ഡ്രസ്സിങ്, സ്റ്റോറേജ് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങ് വെച്ചു. ശരിക്കും ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ 2 സൈഡാണ് പ്യുവർ വാൾ ആയിട്ട് വന്നിട്ടുള്ളത്, ബാക്കിയൊക്കെ ഓപ്പൺ ആണ്. എന്തെങ്കിലും ഒരു വീട് പണിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് പണിയാണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിഞ്ചി കേൾക്കുന്നുണ്ട്. നമ്മുടെ ബാൽക്കണി സ്പേസ് നല്ല പ്ലാന്റർ ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അത് സൗത്ത് വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബോഗൺവില്ലയാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ആയി വരണം. ഓൾവേസ് നമുക്കതൊരു ഫ്ലവറിംഗ് ആയിട്ട് കിടക്കുക. ഇത് മഴ പെയ്യുന്ന സമയത്ത് മഴ കൊണ്ടാൽ മാത്രമാണ് അതിന് പൂവില്ലാതെ കിടക്കുന്നത്. ഇതിപ്പോൾ ഉണ്ട്, അതെല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, മഴക്കാലമായിട്ട് പോലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ സൗത്ത് വെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്നത് ഇവിടെയായിരിക്കും. പക്ഷേ വെസ്റ്റ് സൈഡ് ആയതുകൊണ്ടും ഈ ഭാഗത്താണ് കുറച്ച് ഓപ്പൺ സ്പേസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ബാൽക്കണിയുടെ പൊസിഷൻ ഇവിടെ തന്നെ കൊടുത്ത് മെയിൻ റോഡിൽ നിന്നുള്ള വ്യൂവും കാറ്റ് വരുന്നതൊക്കെ അവിടെ നിന്നാണ്. അതെ അതെ, റോഡ് വരെ കാണാൻ കേട്ടോ ഇവിടുന്ന്. അതെ, ഇത് അവരുടെ ഫാദർ യൂസ് ചെയ്തിരുന്ന പഴയ ചെയറ, അത് പോളിഷ് ചെയ്തിട്ട് അതിനൊരു സ്പേസ് നമ്മൾ കണ്ടെത്തി. ഇവിടെ നമ്മൾ റൂഫ് ഓട് ചെയ്തു, സീലിംഗ് ടൈലൊക്കെ കൊടുത്ത് ഒരു സിമെന്റ് ഫിനിഷ്, പില്ലറും ഇതൊക്കെ കൊടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ട്രോപ്പിക്കൽ ഫിനിഷിലേക്ക് ടോട്ടൽ. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ഇതും കൂടി ഇഷ്ടമാണ്. ഈ 3 സെന്റിൽ ഇതെല്ലാം കൂടി അങ്ങനെ കൊള്ളിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ചലഞ്ച്. ആ ഒരു ബെഡ്റൂം എന്നാൽ ഇതിനെ ക്ലാഷ് ആവാത്ത ഡിസൈൻ, ക്ലാഷ് ആവാത്ത വിധത്തിൽ ആ ഒരു ഇതും കൂടി അതിനകത്ത്. ഇത് മാത്രം നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് വീടിന്റെ ബാക്കിയുള്ള ഫോട്ടോ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് രണ്ടും മാച്ചിങ് ആയിരിക്കില്ല. 150 രൂപ വാടക AC റൂമും കാർപോറേഷൻ സാധിക്കില്ല, പക്ഷേ ഇവിടെ അതൊക്കെ സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ബെഡ്റൂം അല്ലേ? നമ്മൾ ബെഡ്റൂമിലേക്ക് കയറി. ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ലൈറ്റുള്ള ബെഡ്റൂം, ഏറ്റവും കൂടുതൽ ലൈറ്റുള്ള ബെഡ്റൂമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചോരയില്ല. അതെ, 2 സൈഡ് ഫുൾ ഓപ്പൺ ഷേപ്പ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. വലിയ വിൻഡോ. ഇതാണ് ബ്രദറിന്റെ റൂം. അതിന്റെ ആളുടെ ക്രിക്കറ്റർ ആയതുകൊണ്ട് ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടോ ആയിരിക്കുന്നത്. കുറേ ട്രോഫി ഉണ്ട്, കുറേ എല്ലാം കൂടി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുള്ളി ലേറ്റസ്റ്റ് മാത്രം എടുത്ത് വെക്കുന്നത്. അപ്പൊ ചില്ലറ പ്ലെയർ അല്ല, ഓൾറൗണ്ടർ ആണല്ലേ. അപ്പോൾ അതിനുള്ള സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റഡിയും
ഒരു ഡ്രസ്സർ കം സ്റ്റഡി യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനി ഒരു മകൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞ പോലെ മുകളിലേക്ക് നമുക്കൊരു ഫ്ലോർ കൂടി ഉണ്ട്. ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടുന്ന് താഴേക്ക് നോക്കണം കേട്ടോ. ആ ആഷ്വുഡിന്റെ ഭംഗി ഇത്രയും ബൾക്കായിട്ടുള്ള ഏരിയ കാണും, ഇത്ര വലിയൊരു ഏരിയ, ഗോൾഡൻ ലൈറ്റും കൂടി വരുമ്പോൾ ഭയങ്കര രസമാണ്. അതെ അതെ, സൂപ്പറാണ്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ. ഈ ആഷ്വുഡ് ശരിക്കും എക്സ്പെൻസീവ് ആണോ? ആഷ്വുഡ് ടീക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് എക്സ്പെൻസീവ്. ഇതിപ്പോൾ അപ്പർ ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ ടെറസും കൂടി അവിടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും കൺജഷൻ വരുന്നത്. അപ്പോൾ ആ സ്റ്റെയർ മുകളിലേക്ക് വന്നപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. ഇത്രയും കൂടി സ്റ്റെയർ വുഡ് വെച്ച് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു സ്പേസ് നമുക്ക് ചെറിയൊരു ലോണ്ടറി സ്പേസ് ആയിട്ട് കിട്ടി. ഇവിടുന്ന് നേരെ ഫ്രണ്ടിലൊരു ബാൽക്കണി പോലെ അത് യൂസ് ചെയ്യാം, ബാക്കിലൊരു ടെറസ് പോലെ നമ്മുടെ അഴയൊക്കെ ഇട്ടിട്ട് ഉണക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 3 സെൻറ്റ് പ്ലോട്ടിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പണിതിട്ടുള്ള ഒരു സൂപ്പർ വീട്. നന്നായിട്ടുണ്ട്. കോൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഷിൻഡോ ബ്രോ, താങ്ക് യു. നല്ല വീടാണ് കേട്ടോ, സൂപ്പർ, കൺഗ്രാറ്റ്സ്. ഇതാണ് നമ്മൾ അകത്തുള്ള ട്രോഫികളുടെയൊക്കെ ഉടമ, സുബിൻ ബ്രോയുടെ ബ്രദർ. പേര് റോഷൻ അല്ലേ? കൺഗ്രാറ്റ്സ്. കുറേ ഉണ്ടല്ലോ. എന്താ പൊസിഷൻ? ഓൾറൗണ്ടറാ? പൊളി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. കോൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരും ഒരു ബൈ പറഞ്ഞേരെ. ബൈ.